ദയവായി ഈ വീഡിയോ ഒരു സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക. അതിനായി വലതുവശത്ത് താഴെയായുള്ള ഈ ഒരു ചിഹ്നത്തിൽ അമർത്തുക. തിരിച്ച് പഴയതുപോലെ ആകണമെങ്കിൽ വലതുവശത്ത് കാണുന്ന ഈ ഒരു ചിഹ്നത്തിൽ അമർത്തുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേരള ഫോറസ്റ്റിൻ്റെയും അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒരു ആപ്പിനെ പറ്റിയാണ്. ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ. അതൊരു റെസ്ക്യൂ ആപ്പാണ്. നമുക്കറിയാം, മഴക്കാലമായാലും വേനൽക്കാലമായാലും കുറേ സ്ഥലങ്ങളിലൊക്കെ ഈ പാമ്പിൻ്റെ ഒരു ശല്യം ഉണ്ടാവും. നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ പുറത്തുള്ള നമ്മുടെ പറമ്പിലൊക്കെ പാമ്പിനെ കണ്ടു. കുറേ പേരൊക്കെ അതിനെ ചിലപ്പോൾ തല്ലിക്കൊന്നു വരും. വന്യജീവികളെ നമ്മൾ ശരിക്കും ഉപദ്രവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കേസൊക്കെ വരും. ഇപ്പോൾ പാമ്പുകളൊക്കെ വെച്ചാലും ശരിക്കും ഒരു കേസാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അതൊന്നും അധികം നോക്കുന്നില്ല. പക്ഷേ അങ്ങനത്തെ ഒരു അവസരം വരെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ അറിയണ ആരുടെങ്കിലും വീട്ടിലോ അല്ലെങ്കിൽ പറമ്പിലോ പാമ്പിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു പാമ്പിനെ ഒരു ജീവനായിട്ട് കണ്ട് നമുക്ക് വേണമെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വന്ന് അതിനെ കൊണ്ടുപോയിക്കോളും. അവരെ ഉപദ്രവിക്കാതെ തന്നെ അവർക്കൊരു സഹായമായിട്ട് ചെയ്യും. 24 മണിക്കൂറും അവരുടെ സേവനം നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അവരെങ്ങനെ കോൺടാക്ട് ചെയ്യാം? പോലീസിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ആപ്പാണ് നമ്മളിന്ന് പറയുന്നത്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് സർപ്പ എന്നൊരു ആപ്പ് ഉണ്ട്. നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ രജിസ്ട്രേഷനും കാര്യങ്ങളും ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊരു പാമ്പ് കയറാൻ വയ്ക്കും. നമുക്ക് വേണമെങ്കിൽ അത് ഏത് പാമ്പാണെന്നും അതിന് വിഷമുണ്ടോ വിഷമില്ലയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ആപ്പ് മുഖേന നമുക്ക് അറിയാൻ സാധിക്കും. നമുക്ക് ആ ഒരു പാമ്പിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഈ ഒരു ആപ്പിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ലൈവായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ തൊട്ട് അടുത്ത ഒരു റെസ്ക്യൂ ടീമുള്ള അവരെ നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പറും ഈ ഒരു ആപ്പിൽ നിന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ പാമ്പ് കടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏക്കാന്നിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഏതാണോ ഹോസ്പിറ്റൽ അവിടേക്ക് പോകാനായിട്ട് അതുപോലെ എത്ര കിലോമീറ്റർ ദൂരം ഉണ്ടെന്നൊക്കെ ഈ ഒരു ആപ്പിൽ നമുക്ക് കറക്റ്റായിട്ട് ലൊക്കേഷൻ എനേബിൾ ചെയ്താൽ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ആപ്പിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പ്ലേ സ്റ്റോർ എടുക്കുക. അതിൽ സർപ്പ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് സർപ്പ ആപ്പ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ബ്ലാക്ക് കളറിൽ പാമ്പിൻ്റെ ഒരു ഐക്കണൊക്കെ ആയിട്ട് കാണാം. അത് നേരെ നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പവേർഡ് ബൈ കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ് കാണാം. അതുപോലെ തന്നെ ആദ്യത്തെ സ്ക്രീനിൽ നമുക്കത് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ നമ്മൾ സൈൻ അപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൊക്കേഷനൊക്കെ എനേബിൾ ചെയ്ത് കൊടുക്കണം, അലോ കൊടുക്കണം. അതുപോലെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, അതുപോലെ തന്നെ മെയിൽ ID കൊടുക്കുക. പിന്നെ നമുക്ക് ഈ ആപ്പിലേക്ക് കയറാനുള്ള ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സബ്മിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ OTP വരും. ആ OTP കൊടുത്തിട്ട് നമ്മൾ ഇതിൽ സൈൻ ഇൻ ചെയ്യണം. അപ്പോൾ അത് സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഏതാണോ നമ്മൾ യൂസർ നെയിമായിട്ട് മൊബൈൽ നമ്പറോ അതോ മെയിൽ ID ഏതാണ് കൊടുത്ത് അത് വെച്ചിട്ട് വീണ്ടും ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഇംഗ്ലീഷ് വേണോ മലയാളം വേണോ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ മലയാളമാണ് കൊടുത്താക്കുന്നത്. അപ്പോൾ ഹോം സ്ക്രീനിൽ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ ലോഗ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ കാണാം. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ മെന്യൂസ് ഒക്കെ കാണാം. പിന്നെ അതുപോലെ തന്നെ ഓരോ ഗാലറീസും കാര്യങ്ങളൊക്കെ അതിൽ കാണാനായിട്ട് സാധിക്കും. ഇതിൽ താഴത്തേക്ക് നമുക്ക് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ ഡേറ്റിലാണ് ഏതൊക്കെ കേസുകളൊക്കെയാണ് വന്നേക്കുന്നത് ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കേസുകൾ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഫോട്ടോ ഗാലറി അങ്ങനെ എന്തെങ്കിലും അവിടെ ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ആരാണ് അതിന് നേതൃത്വം നൽകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ ഡീറ്റെയിൽസ് നമുക്ക് അതിൽ കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമുക്കിത് മലയാളത്തിലല്ല ഇംഗ്ലീഷിലായാലും നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. അതിൽ ആ ഓപ്ഷൻ ഇത് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ കാണുന്ന ഒരു ഓപ്ഷൻ മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ലാംഗ്വേജ് മാറ്റി കൊടുക്കാനായിട്ട് പറ്റും. ഇതിൽ കുറേ കാര്യങ്ങളൊന്നും ലാംഗ്വേജ് മാറ്റി കൊടുത്താലും മാറണമെന്നില്ല. അത് ഇംഗ്ലീഷിലൊക്കെയാണ് കാണുന്നത്. ഇപ്പോൾ ഇതിലിപ്പോൾ സ്ക്രോൾ ചെയ്ത് നോക്കുന്നതിന് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഓൾറെഡി എത്ര കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലുമൊക്കെ പെൻഡിങ് ഉണ്ടോ, അങ്ങനത്തെ ഒരുവിധം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കാണാം. അതുപോലെ തന്നെ ഏത് യൂസർക്ക് വേണമെങ്കിലും ഈ ഒരു ആപ്പിൽ ലോഗിൻ ചെയ്യാനോ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ട് ഇത് ഏതിനും പാമ്പാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ പറ്റും. ഇതിലിപ്പോൾ ക്വിക്ക് ആക്സസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. റിസോഴ്സസ്, ഹോസ്പിറ്റൽ ലിസ്റ്റ്, ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണ്, ഐഡന്റിഫിക്കേഷൻ ലിസ്റ്റ്, സ്നേക്ക് ലിസ്റ്റ്. അപ്പോൾ അതിൽ റിസോഴ്സസ് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അത് ഇതിലെന്തോ എററാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്ഡേഷൻ ഇല്ലാന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇതിൽ ഹോസ്പിറ്റൽ ലിസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്തായിട്ടുള്ള ഏതൊക്കെയാണ് ഹോസ്പിറ്റലാണ് ഇതിനെ പറ്റിയ ചികിത്സ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റാണ് കാണിക്കുക. അത് നമ്മുടെ ലൊക്കേഷനെ ബേസ്
ബേസ് ചെയ്തിട്ടാണ് വരാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫസ്റ്റ് എയ്ഡ് എടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെയാണ് നമ്മൾ മുൻകരുതലായിട്ട് എടുക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പാടില്ല, ആ കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് ഇംഗ്ലീഷിലാണ് കൊടുത്തേക്കുന്നത്. ഞാനത് ലാംഗ്വേജ് ഇംഗ്ലീഷ് മാറ്റി മലയാളമാക്കി നോക്കി പക്ഷെ അത് വർക്ക് ആവണില്ല. ഇൻ കേസ് നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരെ ഗൂഗിൾ ലെൻസിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്ത് എന്താണ് മലയാളം കറക്റ്റായിട്ട് കാണിച്ചു തരും. ഞാനിപ്പോൾ ഇതിൽ ഗൂഗിൾ ലെൻസ് യൂസ് ചെയ്തിട്ട് മാറ്റി മലയാളത്തിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് ഏതൊരു ഫോട്ടോന്നും എന്തൊരു കണ്ടന്റ് നമുക്ക് കോപ്പി ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അതിന്റെ കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ ഇംഗ്ലീഷ് തന്നെ ആവണമെന്നില്ല, കന്നഡ, തെലുങ്ക്, ഹിന്ദി, ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ഏതായാലും നമുക്ക് അതിനെ ഗൂഗിൾ ലെൻസ് യൂസ് ചെയ്തിട്ട് അതിന്റെ ലാംഗ്വേജ് മാറ്റിയിട്ട് നമുക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജ് കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെ പറ്റിയുള്ള വീഡിയോ മുന്നത്തെ വീഡിയോസിൽ നോക്കിയാൽ കിട്ടും. ഞാനിതിൽ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം, എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പാമ്പ് കടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് നമുക്ക് അവിടെ ഓപ്ഷൻ ഉണ്ട് എത്ര കിലോമീറ്റർ ഉള്ളിലാണെന്ന്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലൊക്കേഷനിൽ നമുക്ക് ഏറ്റവും അടുത്തായിട്ടുള്ള ഹോസ്പിറ്റൽസ് ഏതൊക്കെയാണ് കറക്റ്റായിട്ട് അത് ഫോൺ നമ്പറും അഡ്രസ്സും കാര്യങ്ങളെല്ലാം നമുക്ക് കാണിച്ചു തരും. പിന്നെ ഇതിൽ നമ്മൾ തിരിച്ചറിയൽ പട്ടിക എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ യൂസർക്കും ഇപ്പോൾ ഓരോ വീട്ടിലൊരു പാമ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവില്ലേ ചിലവർക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏത് ഇനത്തിൽപ്പെട്ട പാമ്പാണെന്നും ഏത് പാമ്പാന്ന് പറയണമെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൽ അപ്പോൾ തന്നെ ആരൊക്കെയാണോ ലൈവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ റിപ്ലൈ തരും. ചിലപ്പോൾ അത് റിപ്ലൈ കിട്ടുന്ന വരെ അത് പെൻഡിങ് എന്ന് പറഞ്ഞാൽ എടുക്കുന്നുണ്ടാവും. ഐഡന്റിഫൈ ചെയ്തിട്ട് ഏത് പാമ്പാന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള റെസ്ക്യൂ ടീമിനെ ഇതുവഴി നമുക്ക് കോൺടാക്ട് ചെയ്യാനും പറ്റും. ഒരുവിധം ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിട്ട് അതിന്റെ ലിസ്റ്റൊക്കെ ഇതിൽ എടുക്കുന്നുണ്ട്. ഫോട്ടോ എങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും മുകളിലായിട്ട് പാമ്പിനെ തിരിച്ചറിയുന്ന പറഞ്ഞൊരു ഓപ്ഷൻ കാണും, ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അറിവിനായി മാത്രം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ലൊക്കേഷൻ ഇതിൽ എനേബിൾ ആയിരിക്കുന്ന നിർബന്ധമാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ ഏതാണെന്ന് കൊടുക്കാനുള്ള ഓപ്ഷൻ കാണും. അത് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അതായത് ഏത് പാമ്പാണ് ഏത് ഇനത്തിൽപ്പെട്ടതാണെന്നൊക്കെ. അതാണ് ഇത് തന്നെ. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ മെയിൻ മെനു കൊടുത്തിട്ട് ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ കുറേ മെനുസ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ നേരത്തെ മാറ്റിയത് ലാംഗ്വേജ് മാറ്റാനുള്ള ഓപ്ഷനാണ്, ഇംഗ്ലീഷും മലയാളം അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അതിന്റെ തൊട്ട് മുകളിലായിട്ട് ഓഫീസേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള നിയർ ബൈ ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ അടുത്തുള്ള ഓഫീസേഴ്സിന്റെ ഒക്കെ മെയിൽ ഐ ഡിയും അതുപോലെ തന്നെ ഫോൺ നമ്പറും നമുക്ക് കിട്ടും. ഓരോ ഡിവിഷനും ഓരോ റേഞ്ചും, അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന രീതിയിലുള്ള ഒരു റേഞ്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇതിൽ നിന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഹോം സ്ക്രീനിലേക്ക് തന്നെ പോയിട്ട് ഇതിലിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഫീൽഡ് ഗൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ സ്നേക്സിന്റെ ലിസ്റ്റ് കിട്ടും. അതായത് ഇന്ത്യയിലുള്ള പാമ്പുകൾ ഏതൊക്കെയാണെന്നും അതിന്റെ പേരെന്താണെന്നും അത് ഏത് ഇനത്തിൽപ്പെട്ടാന്നൊക്കെ ഡീറ്റെയിൽസ് ഒരുവിധം ഫോട്ടോസ് അവൈലബിൾ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒക്കെ ലിസ്റ്റ് ഇതിൽ കാണിക്കും. അപ്പോൾ അവരെ ഏതാണ് ശാസ്ത്രീയ നാമം, ഏതാണ് അതിന്റെ ഫാമിലി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് സയൻസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിൽ കറക്റ്റ് ആയിട്ട് അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഗാലറിയിൽ ഫോട്ടോസ് ഒക്കെയാണ് കാണുക. അതുമ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിലാണ് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അതുപോലെ തന്നെ ആ ഒരു പാമ്പിന് വിഷമുണ്ടോ ഇല്ലേന്നും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അത് ഡീറ്റെയിൽസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും മുകളിലായിട്ട് വിഷമുണ്ടോ വിഷമില്ലെന്ന് അവർ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് റെഡ് കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിഷമുണ്ടെന്നും അല്ലാത്തത് വിഷമില്ല എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോസും അതിന് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പല ടൈപ്പ് ഉണ്ട്, വിഷമുള്ളത്, വിഷം ഇല്ലാത്തത്, അതുപോലെ തന്നെ കുറച്ച് വിഷമുള്ളത്, അങ്ങനെയായിട്ടും അതിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിൽ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ആപ്പിൽ വരുന്നത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇതൊരു റെസ്ക്യൂ ആപ്പാണ്. കാരണം ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഈ വെള്ളം കുറേ സ്ഥലങ്ങളിൽ വന്നിട്ട് ഇപ്പോൾ മനുഷ്യരായ നമുക്ക് വരെ ഓരോ സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ വെള്ളം കയറിയിട്ടൊക്കെ പ്രശ്നങ്ങളുണ്ട്. വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ വെള്ളം കയറുമ്പോഴും ഇഴജന്തുക്കൾ കൂടുതൽ വരാനും ചാൻസ് ഉണ്ട്. അവരുടെ സ്വന്തം ആളുകൾ വെള്ളം കയറി നശിക്കുമ്പോൾ ഇര തേടി പുറത്തേക്ക് വരാതെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെയാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇപ്പോൾ വന്യജീവികളായാലും ഇര തേടിയാണെന്നാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ ഇറങ്ങുന്നത്. അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു ഓപ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉപകാരമായിരിക്കും. 24 മണിക്കൂറും ഈ ഒരു സേവനം ലഭ്യമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു പാമ്പ് കടി ഏറ്റുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് ഒരിക്കലും പാനിക് ആവരുത്. നമ്മൾ നന്നായിട്ട് പേടിക്കുമ്പോൾ നമ്മുടെ ബ്ലഡിലേക്ക് വിഷത്തിന്റെ അംശം കൂടുതലായിട്ട് കയറുന്നു പറയും. നോർമൽ രീതിയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. എന്തൊക്കെയാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ മലയാളത്തിലുള്ളതും ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.